पृथ्वीराज चौहान, पृथ्वीराज चौहान. ताळे नायिക, നായിക സംയോഗിത. സംയോഗിതയാണ് പൃഥ്വിരാജ് രാസോയിലെ നായിക. എപ്പോഴും നമ്മള് ചന്ദപ്രദായുടെ നായകനെ പറ്റിയേ സംസാരിക്കാറുള്ളൂ. പക്ഷെ അതിൽ നായികയുണ്ട്. നായികയുടെ പേരാണ് സംയോഗിത. इसमें कई मास वध, कई मास वध का वर्णन है. कई मास वध का वर्णन है. കൈമാസ് വധ ഒരു പ്രളയം സംബന്ധമായ എന്നുള്ള രീതിയിലാണ്. അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. आचार्य हजारी प्रसाद द्विवेदी ने, आचार्य हजारी प्रसाद द्विवेदी ने इस रचना को शुग शुगी, शुग शुगी शुगम शुग शुगी संवाद कहकर पुकारा है. ഹസാരി പ്രസാദ് ദ്വിവേദി ഇതിനെ ശുഗ് സംവാദ് എന്നാണ് വിളിച്ചത്. അതായത് ഈ പൃഥ്വിരാജ് രാസോ എഴുതിയിരിക്കുന്നത് ചന്ദബർദായി ഒരു ശുഗ് ശുഗി സംവാദ് രീതിയിലാണ്. നമ്മുടെ മലയാള സാഹിത്യത്തില് അഭിജ്ഞാന ശാകുന്തളം എഴുതിയിരിക്കുന്നതും ആ കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു രീതി തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ കിളിയോട് പറയുന്ന രീതിയിലാണ് സാഹിത്യകാരന്മാര് എഴുതുന്നത്. അപ്പൊ അതേപോലെ ഇപ്പൊ ആ ഒരു കിളിയെ ബേസ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ആ ഒരു സ്റ്റൈലിലാണ് ഈ പൃഥ്വിരാജ് രാസോയും എഴുതിയിരിക്കുന്നത്. ശുഗ് ശുഗി സംവാദ്. അടുത്ത പോയിന്റ്, ഡോക്ടർ വൂളറിനെ सर्वप्रथम पृथ्वीराज रासो को अप्रामाणिक माना. അടുത്ത പോയിന്റ് എഴുതിക്കോളൂ, കൊട്ടേഷൻ ആണ്, എഴുതിക്കോളൂ. ये एक राजनीतिक महाकाव्य है. ये एक राजनीतिक महाकाव्य है. दूसरे शब्दों में राजनीति की महाकाव्यात्मक त्रासदी है. महाकाव्यात्मक त्रासदी है. എഴുതിയോ റിയ? ഓക്കെ. തനുജ മൈക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലേ തനുജിക്ക്? കേൾക്കുന്നുണ്ടോന്ന് അറിയാനാ? ഓക്കെ, ശരി. അടുത്ത പോയിന്റ് എഴുതിക്കോളൂ. आचार्य शुक्ल ने लिखा है, चंदबरदाई हिंदी के प्रथम महाकवि माने जाते हैं. അടുത്ത പോയിന്റ്, मिस्र बंधुओं ने लिखा
कोटेशन हिंदी का वास्तविक प्रथम महाकवि चंद बरदाई को ही कहा जा सकता है। चंद बरदाई को ही कहा जा सकता है। कोटेशन ഒന്ന് വായിച്ചേ। मिश्र बंधुओं ने लिखा हिंदी का वास्तविक प्रथम महाकवि चंद्रबरदाई को ही कहा सकता है। അതിന് മുന്നത്തെ ബച്ചൻ സിംഗോട് ഞാൻ പറഞ്ഞത് അതിന് മുന്നത്തെ राजनीति आचार्य हजारी प्रसाद द्विवेदी ने रचना को शुभ संवाद करता है। डॉक्टर जुप्तर ने सर्वप्रथम पृथ्वीराज राष्ट्रों को अप्रामाणिक माना है। यही एक राजनीतिक महाकाव्य है। दूसरे शब्दों में राजनीति की काव्यात्मक त्रासदी है। आचार्य शुक्ल ने लिखा है चंद्रबरदाई हिंदी के प्रथम महाकवि माने जाते हैं। ओके ഒരു മിനിറ്റ് എനിക്ക് തോന്നി അവിടെ ने लिखा हिंदी का वास्तविक प्रथम कवि चंद्रबरदाई को कहा सकता है। ഓക്കെ മൈക്ക് ഓഫ് ചെയ്തോളൂ, ക്ലിയർ ആവണുണ്ടോ എന്ന് നോക്കണം. അവിടെ ഒരു ഇതുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അവിടെ राजनीतिक महाकाव्य है। दूसरे शब्दों में राजनीति की महाकाव्यात्मक त्रासदी है എന്ന് പറഞ്ഞത് ഡോക്ടർ बच्चन सिंह ആണ്. അവിടെ പറയാൻ വിട്ടുപോയതാണ്. यह एक राजनीतिक महाकाव्य है। दूसरे शब्दों में राजनीति की महाकाव्यात्मक त्रासदी है എന്ന് പറഞ്ഞത് ഡോക്ടർ ബച്ചൻ സിംഗ് പൃഥ്വിരാജ് രാസോനെ പറ്റി പറഞ്ഞതാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത പോയിന്റ്, डॉक्टर नगेंद्र ने इस रचना घटनाकोश कहकर पुकारा है। घटनाकोश कह पुकारा है। അടുത്ത പോയിന്റ്, कर्नल ठांड कर्नल का നായുടെ മുകളിൽ कर्नल ठांड ने इस रचना को ऐतिहासिक ग्रंथ मानते हैं। ऐतिहासिक ग्रंथ। അടുത്ത പോയിന്റ്, बाबू गुलाब राय ने इस रचना को स्वाभाविक विकासशील कह पुकारा। स्वाभाविक विकासशील कहकर पुकारा। അടുത്തത് श्याम सुंदर दास इसे विशाल वीर काव्य पुकारा। विशाल वीर काव्य पुकारा। അപ്പോ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എന്നാലും ശുക്ലജി, നഗേന്ദ്ര, ഹരിപ്രസാദ് ദ്വിവേദി, ബിന്ദു, ബച്ചൻ സിംഗ് ഒക്കെ പറഞ്ഞത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ കൊടുക്കേണ്ടത്
സുന്ദർദാസ് മാത്രമേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ആണ്. കാരണം പൃഥ്വിരാജ് രാസോ അത്രക്ക് വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഹിന്ദി സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ ഗ്രന്ഥമാണ്. അപ്പൊ അതുകൊണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഇനി റിയയും തനൂജയും ഞാൻ പറയുന്നത് കേട്ടാ മതി. നോട്ട്സ് ഞാൻ അയക്കാം. ഇനി എഴുതിയ ശരിയാവില്ല, കേട്ടാ മതി. ഈ പൃഥ്വിരാജ് രാസോനെ പ്രാമാണികെന്നും അപ്രമാണികെന്നും അർദ്ധപ്രമാണികെന്നും കണക്കാക്കുന്ന വിദ്വാൻമാരുണ്ട്. പ്രാമാണികെന്നും അർദ്ധപ്രാമാണികെന്നും അപ്രാമാണികെന്നും കണക്കാക്കുന്ന വിദ്വാൻമാരുണ്ട്. ഇത് നമുക്ക് തരം തിരിച്ച് പഠിക്കണം. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കും, അപ്രാമാണിക് മാനने वाले विद्वान में इनमें से कौन है, പ്രാമാണിക് मानने वाले विद्वानों में इनमें से कौन है എന്ന് ചോദിക്കും. അപ്പൊ ഇതുകൊണ്ട് നമുക്കിത് മൂന്നും തിരിച്ചു പഠിക്കണം. തിരിച്ചു പഠിക്കുകയും ചെയ്യണം. അത് ഓർത്തിരിക്കണം. കവികളുടെ പേര്, പറഞ്ഞവരുടെ വിദ്വാൻമാരുടെ പേര് ഓർത്തിരിക്കണം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇപ്പൊ പറയുന്നു, അപ്രാമാണിക് മാനने वाले ഇതിഹാസകാർ. പൃഥ്വിരാജ് രാസോനെ അപ്രമാണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കിട്ടിയ ഇപ്പൊ നിലവിലുള്ള പൃഥ്വിരാജ് ഒന്നുമല്ല. അതായത് അതൊരു കറക്റ്റ് മൂലഗ്രന്ഥം ഒന്നുമല്ല. അങ്ങനെ ഒരു ഇതിഹാസം ഉണ്ടായിട്ടില്ല. നമ്മുടെ ഭാരതത്തിന് അങ്ങനെ ഒരു ഇതിഹാസം ഉണ്ടായിട്ടില്ല. അത് ചന്ദപ്രദായി അല്ല എഴുതിയിരിക്കുന്നത്. അങ്ങനെ പല പല അപവാദങ്ങളും ആ ഒരു ഗ്രന്ഥത്തെ പറ്റി പറഞ്ഞ വിദ്വാൻമാരുടെ പേരാണ് ശ്യാമൽ ദാൻ, കവിരാജ് മുരാരി ദാൻ, മുൻഷി ദേവി പ്രസാദ്, ശുക്ലജി, ഗൗരി ശങ്കർ ഹീരാനന്ദ് ഓജ, മോത്തിലാൽ മെനാറിയ, ഡോക്ടർ വൂളർ. ഇനി പഠിക്കാൻ ഇത് ഇത്രയും പേരുള്ളത് കൊണ്ട് തലയിൽ നിൽക്കില്ല. നമുക്കൊരു കോഡ് വെച്ച് പഠിക്കാം. കേട്ടാ മതി, ഞാൻ നോട്ട് അയക്കാം. മുരാരി ने देवी की शक्ल पर हीरे मोती और गुलर के फूल चढ़ाए जो अप्रमाणिक थे. അതായത് അതിന്റെ അർത്ഥം ശ്യാമൽ മുരാരി ദേവിക്ക് ശകൽ പർ, ദേവിയുടെ രൂപത്തിൽ, ഹീരെ മോത്തി, പച്ചക്കല്ലുള്ള മോത്തി മുത്ത്, ആർ ഗുലർ കെ ഫൂൽ ചടായെ, ഗുലറിന്റെ ഒരു പൂവിന്റെ പേരെന്നുള്ള രീതിയിൽ ഗുലർ കെ ഫൂൽ എറിഞ്ഞു, ജോ അപ്രമാണിക് ദേ, അവരൊക്കെ നമ്മള് അപ്രമാണിക് എന്ന് കൂട്ടി. അപ്പൊ ആ ഒരു കോഡ് പഠിച്ചാല് എങ്ങനെ കണക്ട് ചെയ്യും? ശ്യാമൽ ദാൻ, മുരാരി, കവിരാജ് മുരാരി ദാൻ. അപ്പൊ ശ്യാമൽ മുരാരി എന്നുള്ളത് കിട്ടിയില്ലേ, രണ്ടുപേരും അവിടെ വന്നു. ഇനി ദേവി, അത് മുൻഷി ദേവി പ്രസാദ്. ദേവിക്ക് ശക്കൽ എന്നുള്ളത് ശുക്ലജി. കണക്കുന്നില്ലേ? അടുത്തത് ഹീരെ ഗൗരി ശങ്കർ ഹീരാചന്ദ് ഓജ. അടുത്തത് മോത്തിലാൽ മെനാറിയ. അടുത്തത് ബൂളറാണ്. അതിനെ നമ്മള് ഇത് ട്രിക്കില് പറഞ്ഞത് ഗുലർ കെ ഫൂൽ എന്നാണ്. ഗുലർ, അത് വൂളർന്നാക്കി എടുക്കുക. അങ്ങനെ ആ കവികളുടെ പേര് പഠിച്ചതിന് ശേഷം ഈ ഒരു ട്രിക്ക് കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് കിട്ടും. അടുത്തത് അർദ്ധപ്രമാണിക് ആണെന്നാണ്. അർദ്ധപ്രമാണിക് കുറച്ചൊക്കെ അവര് മാനിക്കുന്നുണ്ട്, കുറച്ചൊക്കെ അവര് മാനിക്കുന്നില്ല. അങ്ങനെ മാനിക്കുന്ന അർദ്ധപ്രമാണികായിട്ട് കാണുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഡോക്ടർ സുനീതി കുമാർ ചാറ്റർ, ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി, മുനിജിൻ വിജയ്, അഗർചന്ദ് നാഹിട്ട. ഇതിന്റെ കോഡ് സുനീത, ഹസാർ, അഗർബത്തി, ആദി ജല. നോക്കാം, സുനീതി കുമാർ ചാറ്റർജി. ഹസാർ എന്നുള്ളത് ഹസാരി പ്രസാദ് ദ്വിവേദി. മുനിജിൻ വിജയ്. അഗർബത്തി നമ്മൾ അധികം കേൾക്കാത്ത പേരാണ്. അഗർചന്ദ് നാഹിട്ട എന്ന് പറയുന്ന വിദ്വാനെ അഗർബത്തിയിൽ ഉൾപ്പെടുത്തിയത്. ആദി ജല എന്നുള്ളത് എന്താണ്? മുനിജിൻ ആദി ജല. അത് ആ ഒരു സെന്റൻസ് ആയിട്ട് കിട്ടാൻ സുനീതി, ഹസാർ, ജിനി, അഗർബത്തി, ആദി ജല. ആദി ജല ആരുടെ പേരല്ല, സെന്റൻസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി കയറ്റിയതാണ്. അടുത്തത്
പ്രാമാണിക് മാന്യ വാലെ ഇതിഹാസകാർ. ചന്ദപ്രദായി എഴുതിയ പൃഥ്വിരാജ് രാസോനെ പ്രാമാണിക് ഗ്രന്ഥമാണ് എന്ന് കണക്കാക്കിയവരെ പറ്റി പറയാം. ഡോക്ടർ ശ്യാം സുന്ദർ ദാസ്, ശ്യാമൽദാനാണ് അപ്രമാണിക് എന്ന് പറഞ്ഞത്. ശ്യാം സുന്ദർ ദാസ് ആണ് എന്ത് പറയുന്നത്, പ്രാമാണിക് എന്ന് പറയുന്നത്. മോഹൻലാൽ വിഷ്ണുലാൽ പാണ്ഡ്യ, മിശ്ര ബന്ധു, ഡോക്ടർ ദശരഥ ശർമ്മ, നഗേന്ദ്ര കർണൽ ടാഡ് ഗ്രിയേസൻ. അതിന്റെ കോഡ് കേട്ടോളൂ. ശ്യാം സുന്ദറിനെ വിഷ്ണു കെ മിശ്രിത് പ്രാമാണിക്, പ്രാമാണിക് എന്ന് അവിടെ ചേർത്തു. അപ്പൊ നമുക്ക് ഈ സെന്റൻസ് മാത്രം പഠിച്ചാൽ മതി ഇവര് പ്രാമാണികാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അറിയാം. പ്രാമാണിക് 10 നഗ് കർണൽ ടാണ്ട് കെ ആകെ ഗിരാ ദിയെ. ഡോക്ടർ ശ്യാം സുന്ദർ ദാസ്, അതാണ് ശ്യാം സുന്ദർ. വിഷ്ണു എന്നുള്ളത് മോഹൻലാൽ വിഷ്ണുലാൽ പാണ്ഡെ, എന്നുള്ളത് മിശ്ര ബന്ധു, പിന്നെ പ്രാമാണിക് 10 എന്നുള്ളത് ദശരഥ ശർമ്മ, നഗ് എന്നുള്ളത് നഗേന്ദ്ര, കർണൽ എന്നുള്ളത് കർണൽ, അങ്ങനെ തന്നെ വന്നു. പിന്നെ ആകെ ഗിരാ ദിയ, ഗിര എന്നുള്ള വാക്ക് ഗ്രിയേസൻ ആക്കി എടുത്തു. ഇത് നോട്ട്സ് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോ പെട്ടെന്ന് ക്ലിക്ക് ആവും. ഇതിപ്പോ കേൾക്കുന്നതുകൊണ്ടാണ് ക്ലിക്ക് ആവാം. ഓക്കെ, പൃഥ്വിരാജ് രാസോനെ പറ്റിയുള്ള ഒരുവിധം എല്ലാ ഡീറ്റെയിൽസുമായി ക്ലിയർ ആയല്ലോ. അടുത്തത് ബിസൽ രാസോ, എഴുതിക്കോളൂ. ബിസൽ ദേവ് രാസോ. ബിസൽ ദേവ് രാസോന്റെ പോയിന്റ് ലേഖൻ നർപതി നാൽഹ്, നർപതി നാൽഹ്. നർപതി നാൽഹ്. അടുത്ത പോയിന്റ് ഡോക്ടർ മാതാ പ്രസാദ് ഗുപ്ത, ഡോക്ടർ മാതാ പ്രസാദ് ഗുപ്ത. इसका रचनाकाल, इसका रचनाकाल 14वीं शताब्दी मानते हैं. അടുത്ത പോയിന്റ് നായക്, നായക് രാജ ബിസൽദേവ്, രാജ ബിസൽദേവ്, നായക് രാജ ബിസൽദേവ്, രാജ ബിസൽദേവ്. അടുത്ത പോയിന്റ് നായിക, നായിക രാജമതി, രാജമതി. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടു, PSC ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിച്ചു കാണുന്ന ബിസൽദേവ് രാസോന്റെ നായികയുടെ പേര്. അടുത്ത പോയിന്റ് ഇസ് രചന വിഭാജൻ, ഇസ് രചന കാ വിഭാജൻ 4 खंडों में किया गया है, 4 खंडों में किया गया है. ആ 4 ഖണ്ഡ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറയുന്നത് റിയക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്താൽ മതി. ഫസ്റ്റ് പ്രഥം ഖണ്ഡ്, അതില് വർണ്ണന बिसलदेव और राजमती के विवाह का वर्णन, बिसलदेव और राजमती के विवाह का वर्णन. द्वितीय खंड, द्वितीय खंड അതിൽ राजमती के किसी किसी व्यंग्य से रुष्ट होकर, व्यंग्य से रुष्ट होकर राजा बिसलदेव ओडिशा चले जाते हैं, ओडिशा. മൂന്നാമത്തെ പോയിന്റ്, മൂന്നാമത്തെ ഖണ്ഡ് തൃതീയ ഖണ്ഡിൽ രാജമതി का वर्णन,
राजमती के विरह का वर्णन. അടുത്ത ചതുർത്ഥ ഖണ്ഡില് പുനർമിലൻ, ബിസൽദേവും രാജമതി के പുനർമിലൻ. इसमें അടുത്ത പോയിന്റ്, इसमें 12 मासा वर्णन, 12 मासा वर्णन. ഈ 12 മാസ വർണ്ണൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പറഞ്ഞു രാജമതിയുടെ വിരഹ വർണ്ണനയാണ് എന്ന് പറഞ്ഞു. രാസോകാവ്യങ്ങളിൽ ഒട്ടുമിക്കതും ഇങ്ങനെ തന്നെയാണ്, വിരഹ വർണ്ണനയാണ്. 12 മാസ വർണ്ണൻ എന്ന് വെച്ചാൽ ഓരോ ഋതുവിലും ആ വിരഹിണിയുടെ ഭാവമാറ്റങ്ങൾ കാവ്യാത്മകമായി വർണ്ണിക്കുന്നു. അതാണ് 12 മാസ വർണ്ണൻ. മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന അവളുടെ വിരഹത്തിന്റെ ആ ഒരു അവസ്ഥയുമായിട്ട് സാമ്യപ്പെടുത്തി പറയുന്നു. വേനലാകുമ്പോൾ കാറ്റ്, അങ്ങനെ ഓരോരോ ഋതുവിലും, വസന്ത, അങ്ങനെ ഓരോ ഋതുവിലും അവളുടെ വിരഹത്തെ കണക്ട് ചെയ്ത് പറയുന്ന രീതിയാണ് 12 മാസ വർണ്ണൻ. ഇതിലൊരു ഡയലോഗ് ഉണ്ട് രാജമതിയുടെ, വളരെ ഫേമസ് ആണ്, എഴുതിക്കോളൂ. സ്ത്രീ കാ ജന്മ, സ്ത്രീ കാ ജന്മ, स्त्री का जन्म तुमने क्यों दिया, स्त्री का जन्म तुमने क्यों दिया, देने के लिए तो, देने के लिए तो तुम्हारे पास और भी अनेक जन्म दे, और भी अनेक जन्म दे. അതായത് രാജമതി വിരഹം സഹിക്കവയ്യാതെ ഭഗവാനോട് പറയാണ്, സ്ത്രീ കാ ജന്മ തുമ്നെ ക്യോം ദിയ, ഒരു സ്ത്രീയുടെ ജന്മം നീ എനിക്ക് തന്നത്, ദേനെ കേ ലിയേ തോ, നിനക്ക് തരാനായിരുന്നുവെങ്കിൽ, തുമാരേ പാസ് ഓർ ബി അനേക ജന്മം, നിന്റെ കയ്യിൽ ഒരുപാട് ജന്മങ്ങൾ കുറെ ഉണ്ട്. ആ സെനൻസ്, ആ ഒരു സെനൻസ് മാത്രം ഓർത്തു വെച്ചാൽ മതി. അടുത്ത പോയിന്റ്, 100 पृष्ठों का एक लघु ग्रंथ है. बिसलदेव रासो വെറും 100 പേജുള്ള ഒരു ഗ്രന്ഥം മാത്രമാണ്. അടുത്ത പോയിന്റ്, 12 मासा का सर्वप्रथम वर्णन इसी से माना जाता है. 12 मासा का सर्वप्रथम वर्णन इसी ग्रंथ से माना जाता है. 12 मासा का सर्वप्रथम इसी ग्रंथ से माना जाता है. അടുത്ത പോയിന്റ്, इसकी भाषा राजस्थानी, ब्रज एवं मध्य प्रदेश की भाषा का प्रयोग हुआ है. राजस्थानी, ब्रज एवं मध्य प्रदेश की भाषा मिक्स ആണ്. അടുത്ത ഗ്രന്ഥത്തിന്റെ പേര് പരമാൽ രാസോ. പരമാൽ രാസോ. പരമാൽ രാസോ എഴുതിയത് ജഗനിക്. ജഗനിക്. इसका प्रधान रस वीर रस, वीर रस, वीर रस. അടുത്ത പോയിന്റ്, ആൽഹ, आल्हा एवं ऊदल के वीर चरित का
അല്ലെങ്കിൽ യുദ്ധോം കാ വर्ण, യുദ്ധോം കാ വर्ण. അതായത് ഈ പരമാൽ രാസോ എന്ന് പറയുന്നത് രണ്ട് വീരന്മാര് തമ്മിലുള്ള യുദ്ധത്തിന്റെ വർണ്ണനയാണ്. ആൽഹ എന്നും ഊതൽ എന്നും പേരുള്ള രണ്ട് വീരന്മാര് തമ്മിലുള്ള യുദ്ധത്തിന്റെ വർണ്ണനയാണ് പരമാൽ. അടുത്ത പോയിന്റ്, ഹസാരി പ്രസാദ് ദ്വിവേദി, हजारी प्रसाद द्विवेदी इसे अर्ध प्रामाणिक माना जाता है. हजारी प्रसाद द्विवेदी इसे अर्ध प्रामाणिक माना जाता है. അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. इस रचना का सर्वप्रथम प्रकाशन, इस रचना का प्रथम प्रकाशन 1865 ईस्वी में, 1865 ईस्वी में फर्रुखाबाद के, फर्रुखाबाद के कलेक्टर चार्ल्स इलियट के द्वारा, चार्ल्स इलियट के द्वारा आल्हा गंड के नाम, आल्हा गंड के नाम करवाया गया था. आल्हा गंड के नाम से करवाया गया था. चार्ल्स इलियट 1865 ഈ ബുക്ക് പ്രകാശനം ചെയ്തു. അതിന്റെ പേര് ആയിരുന്നു. അതായത് ഈ പണ്ട് കാലത്ത് പ്രകാശനമൊന്നും ഇല്ലല്ലോ, വെറുതെ പേപ്പറിൽ എഴുതി വെക്കും. ആ ഗ്രന്ഥത്തെ 1865 കാലഘട്ടത്തിൽ ചാൾസ് ഫറൂഖാബാദിലെ കളക്ടർ ആയിരുന്ന ചാൾസ് ഇലിയട്ട് എന്ത് ചെയ്തു? പ്രകാശനം ചെയ്തു. അടുത്ത പോയിന്റ്, इसके बाद डॉक्टर श्याम सुंदर दास नागरी प्रचारिणी सभा काशी, नागरी प्रचारिणी सभा काशी के माध्यम से परमाल रासों के नाम से प्रकाशन करवाया गया. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ ആയി അവിടെ. എന്താണ്? പരമാൽ രാസോ എന്ന പേര് നൽകിയത് ആരാണ്? ശ്യാം സുന്ദർ ദാസ്. അതായത് ജഗനിക എഴുതിയപ്പോൾ പരമാൽ രാസോ എന്നായിരുന്നില്ല പേര്, ആൽഹാഗണ്ട് എന്നായിരുന്നു. ആ ആൽഹാഗണ്ടിന് ശ്യാം സുന്ദർ ദാസ് ആണ് പരമാൽ രാസോ എന്നുള്ള പേര് നൽകിയത്. ഇപ്പോഴും രാജസ്ഥാൻ ആ പ്രദേശങ്ങളിലൊക്കെ വസന്തകാലത്ത് ഈ പരമാൽ രാസോ വായിക്കുമെന്നാണ് പറയുന്നത്. ആ ഒരു ഇപ്പോഴും ഒരു അവിടുത്തെ ഒരു നമ്മളൊക്കെ എന്താ പറയാ, ഈ രാമായണമൊക്കെ വായിക്കുന്ന പോലെ അവിടുത്തെ ആളുകൾ ഇതിന്ന് ആസ്വദിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, അടുത്ത ഗ്രന്ഥത്തിന്റെ പേര് ഖുമാൻ റാസോ. റൈറ്റർ ദളപത് വിജയ്. ദളപത് വിജയ്. അതില് പോയിന്റ്സ് എഴുതിക്കോളൂ. 5000 ചന്ദ്, 5000 ചന്ദ്, 5000 ചന്ദ്. इनमें वीर रस प्रधानता है, वीर रस की प्रधानता है. അടുത്ത പോയിന്റ്, इस ग्रंथ का प्रामाणिक हस्तलिखित प्रति, इस ग्रंथ का प्रामाणिक हस्तलिखित प्रति
പൂന സംഗ്രഹാലയം സുരക്ഷിത് ഹെ. സംഗ്രഹാലയം, പൂന സംഗ്രഹാലയം, പൂന മ്യൂസിയത്തില് ഇപ്പോഴും ഇതിന്റെ കയ്യെഴുത്ത് പ്രതി സുരക്ഷിതമായിട്ടിരിപ്പുണ്ട്. इसकी भाषा राजस्थानी भाषा है. इसकी भाषा राजस्थानी भाषा है. അടുത്ത ബുക്കിന്റെ പേര് എഴുതിക്കോളൂ. ഹമീർ റാസോ. ഹമീർ റാസോ. റൈറ്റർ ഷാരംഘർ. ഷാരംഘർ. ഈ ഹമീർ റാസോ പ്രതിരോധ പോലെ തന്നെ ഒരുപാട് വിവാദം കേട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. കാരണം ഈ ഹമീർ റാസോ ഷാരംഘർ ആണ്, വിദ്യാധർ ആണ് എന്നൊക്കെ ഒരുപാട് തർക്കങ്ങളും പറയുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ലക്ഷ്മീധർ എഴുതിയ, കേട്ടാ മതി ഇപ്പോ, ലക്ഷ്മീധർ എഴുതിയ പ്രാകൃത പൈങ്കളം എന്ന് പറയുന്ന ഗ്രന്ഥം അതൊരു സങ്കലൻ ഗ്രന്ഥമാണ്, കളക്ഷൻ ആണ്. അതിൽ വിദ്യാധറിന്റെയും ഷാരംഘറിന്റെയും ബബ്ബറിന്റെയും ജജ്ജലിന്റെയും എല്ലാ കൃതികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ആ ഒരു പേരിലാണ് ഹമീർ റാസോ ഇത് ആരുടെ ആണ്, വിദ്യാധർ ആണോ, ഷാരംഘർ ആണോ, ജജ്ജൽ ആണോ, ബബ്ബർ ആണോ എഴുതിയെന്നൊരു കൺഫ്യൂഷൻ വന്നത്. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ വിദ്വാൻമാര് അഭിപ്രായപ്പെടുന്നത് ഷാരംഘർ എന്നാണ്. എഴുതിക്കോളൂ. വിദ്യാധർ എഴുതിക്കോളൂ. വിദ്യാധർ, ഷാരംഘർ, ഷാരംഘർ, ബബ്ബർ, एवं जज्जल. इन चार कवियों की रचनाओं का संकलन ही, इन चार कवियों की रचनाओं का संकलन ही प्राकृत पैंगलम, प्राकृत पैंगलम. इसकी संकलन करता, इसकी संकलन कर लक्ष्मीधर है. लास्ट पॉइंट, आचार्य शुक्ल ने, आचार्य शुक्ल ने इस ग्रंथ से अपभ्रंश रचनाओं की समाप्ति मानी है. अपभ्रंश रचनाओं की समाप्ति मानी है. അടുത്ത ബുക്കിന്റെ പേര്, ലാസ്റ്റ് ബുക്കാണ്, വിജയപാൽ റാസോ. വിജയപാൽ റാസോ. വിജയപാൽ റാസോന്റെ റൈറ്റർ നൽസിംഗ്. നൽസിംഗ്, നൽസിംഗ്. വിജയപാൽ റാസോന്റെ റൈറ്റർ നൽസിംഗ്, നൽസിംഗ്. इसकी भाषा अपभ्रंश, इसकी भाषा अपभ्रंश. लास्ट पॉइंट, राजा विजयपाल, राजा विजयपाल और पंग, पंग पायड़ मुगल कुत्त, पंग राजा के युद्ध का वर्णन है. विजयपाल रासो രാജാ വിജയപാലും പങ്ക് രാജാവും യുദ്ധ വർണ്ണനയാണ്. അപ്പോ രാസോ സാഹിത്യം എന്നുള്ള സെക്ഷൻ കഴിഞ്ഞു.
രാസോ സാഹിത്യത്തിലെ പ്രമുഖ ഗ്രന്ഥങ്ങളാണ് പൃഥ്വിരാജ് രാസോ, ബിസൽദേവ് രാസോ, വിജയപാൽ രാസോ, കുമാൻ രാസോ, പിന്നെ നമ്മള് പറഞ്ഞ ഹമ്മീർ രാസോ. അപ്പൊ ഇതിലെ ഒരുവിധം എല്ലാ പോയിന്റ്സും പൃഥ്വിരാജ് രാസോ ആണ് ഇതിൽ ഇമ്പോർട്ടന്റ് വരുന്ന ഇമ്പോർട്ടൻസ്, ബിസൽദേവ് രാസോ ഒക്കെയാണ് വരുന്നത്. അങ്ങനെ രാസോ സാഹിത്യം കഴിഞ്ഞു. രാസോ സാഹിത്യം എല്ലാം എന്താണ് യുദ്ധവർണ്ണനയൊക്കെയാണ്. ഇനി അടുത്ത സെക്ഷൻ ആണ് ലൗകിക് ഗദ്യ സാഹിത്യം. ലൗകിക് ഗദ്യ സാഹിത്യം, ലൗകിക് ഗദ്യ സാഹിത്യം. നമ്മൾ പറഞ്ഞു ലൗകിക സാഹിത്യം എന്ന് വെച്ചാൽ ലോകവും സംബന്ധിച്ച് സാധാരണക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാഹിത്യം. ഇന്നലെ നമ്മൾ ഉദാഹരണം പറഞ്ഞതാണ്. നമ്മുടെ നാട്ടില് ഒരു പാട്ടുണ്ട്, കാക്കേ കാക്കേ കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്നുള്ളത്. അത് ഒരു സാഹിത്യ ഗ്രന്ഥത്തിലും എഴുതി വെച്ചിട്ടുള്ളതല്ല. അത് ആരെഴുതിയെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അതൊരു നമ്മളെല്ലാവരും ചൊല്ലി നടക്കുന്ന സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോരഞ്ജനാണല്ലോ, ആസ്വദിക്കാനുള്ളതാണല്ലോ. അപ്പൊ നമ്മളെല്ലാം ആസ്വദിക്കുന്ന ഒരു അങ്ങനെ ഹിന്ദിയിലെ ആദ്യകാലത്തിൽ വരുന്ന ലൗകിക സാഹിത്യമാണ് വരുന്നത്. അതിൽ നമ്മൾ ആദ്യം ഇപ്പൊ നോക്കുന്നു ഗദ്യ സാഹിത്യം. ഇത്രയും നേരം നമ്മൾ കവിതകള് ഇതൊക്കെയാണ് പഠിച്ചത്. ഇനി ഗദ്യമാണ് പറയുന്നത്. അത് വലിയ രീതിയിലുള്ള ഗദ്യം അല്ലെങ്കിൽ പോലും പദ്യ ഗദ്യ മിശ്രിതാണ്. നോക്കാം. ഫസ്റ്റ് വൺ എഴുതിക്കോളൂ. റാവുൽ വേൽ. റാവുൽ വേൽ. റാവുൽ വേൽ. റാവുൽ വേൽ എഴുതിയത് റോഡ കവി. റോഡ കവി. രചനാകാൽ 10वीं ശതാബ്ദി, 10ാം നൂറ്റാണ്ട്. രചനാകാൽ 10वीं ശതാബ്ദി. അടുത്ത പോയിന്റ്, यह रचना सर्वप्रथम शिलाओं रची गई थी. ശിലകളിലാണ് ഈ രചന ആദ്യം എഴുതിയത്. അന്ന് പേപ്പറും പേനയും എടുത്തൊന്നും എഴുതുന്ന രീതിയില്ല. അതുകൊണ്ട് ശിലകളിലാണ് ഇത് എഴുതി കാണപ്പെട്ടിട്ടുള്ളത്. ഇതില് नायिका का नाम है राहुल. नायिका का नाम है राहुल. അടുത്ത പോയിന്റ്, नगशिख वर्णन की श्रृंगार परंपरा का आरंभ इसी रचना से माना जाता है. नगशिख वर्णन की श्रृंगार परंपरा का आरंभ इसी रचना से माना जाता है. അടുത്ത പോയിന്റ്, 7 बोलियों के शब्द इसमें है. 7 बोली, 7 ബോലികളുടെ ശബ്ദങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ലേക്കിൻ രാജസ്ഥാൻ ഹെ, എന്നാൽ രാജസ്ഥാനി ഭാഷയാണ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് റാവുൽ ബേലിന്റെ പ്രത്യേകത. റോഡ കവിയാണ് എഴുതിയിരിക്കുന്നത്. ഇതിലെ നായികയുടെ പേരാണ് റാവുൽ എന്നുള്ളത്. ഇതില് പല ബോലികള്, ഭാഷയല്ല ബോലി, സാധാരണ ലോക്കൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ രാജസ്ഥാനാണ് കൂടുതലായിട്ട് വരുന്നത്. അടുത്ത ബുക്കിന്റെ പേര് എഴുതിക്കോളൂ. ഉക്തി വ്യക്തി പ്രകരൺ. ലൗകിക സാഹിത്യമാണ് ഉക്തി വ്യക്തി പ്രകരൺ. ലേഖക് ദാമോദർ ശർമ്മ. ദാമോദർ ശർമ്മ. ഉക്തി വ്യക്തി പ്രകരൺ എഴുതിയത് ദാമോദർ ശർമ്മ. പോയിന്റ് എഴുതിക്കോളൂ. കാശി നരേഷ്
महाराज गोविंद चंद्र के सभा पंडित दामोदर भट्ट ने राजकुमारों को भाषा ज्ञान कराने के लिए इसकी रचना की थी. മഹാരാജ് ഗോവിന്ദചന്ദിന്റെ കൊട്ടാരത്തിലെ പണ്ഡിതനായിരുന്നു ആര്? ദാമോദർ ശർമ്മ. അദ്ദേഹം അവിടുത്തെ രാജകുമാരന്മാർക്ക് വേണ്ടി അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി എഴുതിയ പുസ്തകമാണ് ഉക്തി വ്യക്തി പ്രകരൺ. इसमें बनारस और उसके आस के प्रदेशों की संस्कृति और भाषा पर प्रकाश डाला गया है. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പോയിന്റ് എഴുതി വെച്ചാൽ മതി. बनारस और उसके आसपास के प्रदेशों की संस्कृति और भाषा पर प्रकाश डाला गया है. बनारस और उसके आसपास के प्रदेशों की संस्कृति और भाषा पर प्रकाश डाला गया है. അടുത്ത ബുക്കിന്റെ പേര് രത്നാകർ. വർണ്ണ രത്നാകർ. റൈറ്റർ ജ്യോതിരീശ്വർ ഠാക്കൂർ. പോയിന്റ് എഴുതിക്കോളൂ. ज्योतिरीश्वर ठाकुर मैथिल भाषा के कवि हैं. ये उक्ति वर्ण रत्नाकर मैथिली हिंदी में रचित गद्य पुस्तक है. അടുത്ത പോയിന്റ് मैथिली का विश्वकोश कहा जाता है. എന്നും ഇതിനെ പറയാറുണ്ട്. ഒരു ഡിക്ഷണറി പോലെയാണ് അദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുന്നത്. മൈഥിലി കാ വിശ്വകോശ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഥിലി ഭാഷകളുടെ ശബ്ദങ്ങൾ ഒരുപാടുണ്ട്. അതാണ് മൈഥിലി കാ വിശ്വകോശ് എന്ന് ഉപയോഗിച്ചത്. അല്ലാതെ ഡിക്ഷണറി എന്നുള്ള അർത്ഥമല്ല. മൈഥിലി കാ വിശ്വകോശ് എന്ന് ഉപയോഗിച്ചത് മൈഥിലി ശബ്ദങ്ങൾ ഒരുപാടുണ്ട്, അതിന്റെ ഒരു ഡിക്ഷണറി ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതാണ് ലൗകിക് പദ്യ സാഹിത്യത്തിൽ വരുന്നത്. അപ്പൊ ലൗകിക് പദ്യ സാഹിത്യത്തില് ആകെ 3 ഗ്രന്ഥങ്ങളുള്ളൂ. റാവുൽ ബേൽ, ഉക്തി വ്യക്തി പ്രകരൺ, വർണ്ണരത്നാകർ. അത് 3ഉം ലൗകിക് സാഹിത്യത്തിന്റെ മേഖലയിലാണ് വരുന്നത്. ഇന്ന് അടുത്ത സെക്ഷൻ ലൗകിക് ഗദ്യ, അടുത്തത് പദ്യസാഹിത്യം. ഇനി പദ്യമാണ് വരുന്നത്. ഗദ്യമാണ് പറഞ്ഞത് ബേല, ഉക്തി വ്യക്തി പ്രകരൺ, വർണ്ണരത്നാകർ. ഇനി ആദികാലീൻ ലൗകിക് പദ്യ സാഹിത്യം എഴുതിയോ? ഫസ്റ്റ് ബുക്ക് ഡോല മാരു രു ദോഹ. പോയിന്റ് ആയിട്ട് എഴുതിക്കോളൂ താഴെ. റൈറ്റർ കല്ലോൾ കവി വ കുശല്ലാം. 2 പേരുടെ പേര് കാണാറുണ്ട്. കല്ലോൾ എന്നും കാണാറുണ്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ, ചിലപ്പോ കുശല്ലാബ് എന്നായിരിക്കും കാണുന്നത്. അപ്പൊ അത് ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്യണം. അടുത്ത പോയിന്റ് ഡിംഗിൾ ഭാഷയാണ്.
അടുത്ത പോയിന്റ് നായക് നായക് രാജ്കുമാർ ധോല. രാജ്കുമാർ ധോല. രാജ്കുമാരി മാർവണി. മാർവണി അതാണ് ആ മാരു എന്നുള്ള ശബ്ദം വന്നത്. ഡോല മാരു ദൂഹ എന്നുള്ളത് രണ്ടുപേരുടെയും കൂടി പേരാണ്. ഡോല നായകനും മാർവണി എന്നുള്ള നായികനെ മാരു ആക്കിയതാണ്. മാർവണി നായിക. അടുത്തത് സഹനായിക. സഹനായിക മാൽവണി. മാൽവണി. पॉइंट ये प्रेम गाथात्मक काव्य है. प्रेम गाथात्मक काव्य है. प्रेम काव्यात्मक प्रेम गाथात्मक काव्य है. നോക്കൂ ഇത് എഴുതിയില്ലേ? ഇതിന്റെ കഥ പറഞ്ഞുതരാം. ജസ്റ്റ് ഓർക്കാൻ വേണ്ടിട്ട് പറയുന്നതാണ്. ഓർത്തിരുന്നാ മതി, കഥയൊന്നും ചോദിക്കാറില്ല. ഡോല മാരൂരാ ദുഹയുടെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മാർവണി അന്നത്തെ കാലത്ത് ചെറുപ്പത്തിലെ ബാലവിവാഹങ്ങൾ ഉണ്ടാവും, ശൈശവ വിവാഹങ്ങൾ. അങ്ങനെ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മുടെ മാർവണീനെ ഡോലയ്ക്ക് വീട്ടുകാര് കല്യാണം കഴിച്ചു. അപ്പൊ കുഞ്ഞാവുമ്പോ കല്യാണം കഴിച്ചു കൊടുത്തു ഉറപ്പിച്ചു വെക്കുന്നുള്ളൂ, അവര് ഒരുമിച്ച് ജീവിക്കൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് മാർവണിയുടെ വീട്ടിലും പോയി, ഡോലയുടെ വീട്ടിലോട്ടും പോയി. അപ്പോ എട്ടും മുട്ടും തിരിയാത്ത പ്രായത്തില് കല്യാണം കഴിച്ചു, അവർക്കൊന്നും അറിയില്ല, അങ്ങനെ കഴിഞ്ഞു. പക്ഷെ യൗവനമായപ്പോൾ വീട്ടിൽ ആരുടെയോ സംസാരത്തിൽ നിന്നും മാർവണി ഇങ്ങനെ മനസ്സിലാക്കി, തന്റെ വിവാഹം കഴിഞ്ഞാണ് ചെറുപ്പത്തിലെ, ഏതോ ഒരു രാജ്യത്തെ രാജകുമാരനായ ഡോലയാണ് തന്റെ ഭർത്താവ് എന്ന് മാർവണി വീട്ടുകാരുടെ സംസാരത്തിൽ നിന്ന് കേട്ടു. അന്ന് മാർവണിക്ക് ഡോലയെ കാണണം. അങ്ങനെ മാർവണി അതറിഞ്ഞപ്പോഴാണ് മാർവണിക്ക് വിഷമമായൊന്ന് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ മാർവണി ദൂതന്മാരുടെ അടുത്ത് മെസ്സേജ് കൊടുത്തു വിട്ടു. അവിടെ പോയിട്ട് ഡോലയോടൊന്ന് വരാൻ പറയൂ, എനിക്ക് കാണണം രീതിയിൽ മെസ്സേജ് കൊടുത്തു വിട്ടു. പക്ഷേ നമ്മുടെ ഇവിടെ സഹനായിക ഉണ്ടല്ലോ മാൽവണി, അവള് വില്ലത്തിയാണ്. അവൾ എന്ത് ചെയ്തു? ഈ ദൂതന്മാരെ മാർവണി വിടുന്ന ദൂതന്മാരെ എല്ലാം മാൽവണി കൊന്നുകളയും. അങ്ങനെ ഒരാൾക്കും ഡോലയുടെ അടുത്തേക്ക് എത്താനുള്ള, മാർവണിയുടെ സന്ദേശം എത്തിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ല. ഇവിടെ മാർവണി സങ്കടം കൊണ്ട്, വിരഹം കൊണ്ട് ആകെ അവശതയായി. അവസാനം ഒരു ഗായക് പാട്ടുപാടി നടക്കുന്ന, അതായത് നമ്മുടെ നാട്ടിലെ, നമ്മുടെ കൾച്ചറിൽ പറഞ്ഞ പാണന്മാര്, അതേപോലെ നാടാന്തരം പാട്ടുപാടി നടക്കുന്ന ഒരു ഗായകനായ ഡാഡി എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് മാർവണി വീണ്ടും സന്ദേശം വിട്ടു, ഡോലയോടടുത്ത് ഒന്ന് വരാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ അയാള് ഡോലയുടെ അടുത്ത് ചെല്ലുകയും ഡോലയുടെ അടുത്ത് ഈ മാർവണിയെ കുറിച്ച് അങ്ങനെ അവർ തമ്മിൽ കൺവീൻ ചെയ്യുന്ന ഒരു കഥയാണ് ഡോല മാരൂരാ ദുഹ. അതൊരു ഇങ്ങനെ പാടി നടക്കുന്ന ഒരു പാട്ട് പോലെയാണ്, അല്ലാതെ അതൊരു വലിയ സാഹിത്യ കൃതിയൊന്നുമല്ല. വെറുതെ ആളുകൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു സാഹിത്യം, അത്രേ ഉള്ളൂ. അടുത്തത് വിദ്യാപതിയെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ്. വിദ്യാപതിയുടെ ഹെഡിങ് കൊടുത്തോളൂ. വിദ്യാപതിയുടെ രചനകൾ: പദാവലി, കീർത്തിലത, കീർത്തിപതാക.
കീർത്തിലത, കീർത്തി പതാക. വിദ്യാപതി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ്. പക്ഷെ അയാളെ നമുക്ക് സിദ്ധന്മാരിലോ നാഥന്മാരിലോ ജൈന സാഹിത്യത്തിലോ ഒന്നിലും എടുത്തിടാൻ പറ്റില്ല. അയാളൊരു വെറൈറ്റി സ്റ്റൈലാണ് അയാളുടെ എഴുത്ത്. അപ്പൊ അയാളെ നമുക്ക് ലൗകിക സാഹിത്യത്തിലാണ്, ഹിന്ദി സാഹിത്യത്തിൽ ഇട്ടിരിക്കുന്നത്. ലൗകിക പദ്യ സാഹിത്യത്തിലാണ് ഇട്ടിരിക്കുന്നത്. उनका जन्मस्थान बिसपी जिला ब्रैकेट बिहार. അടുത്ത പോയിന്റ് विद्यापति के गुरु पंडित हरि मिश्र. അടുത്ത പോയിന്റ് विद्यापति तिरहुत के राजा शिव सिंह और कीर्ति सिंह के राज दरबारी कवि थे. शिव सिंह और कीर्ति सिंह के राज दरबारी कवि थे. അടുത്ത പോയിന്റ് बच्चन सिंह ने विद्यापति को जातीय कवि कहा है. जातीय कवि മനുഷ്യർക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന അർത്ഥമുള്ളൂ. അല്ലാതെ ഒരു മതഗ്രന്ഥങ്ങളുടെയും പിന്തുണയില്ലാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി എഴുതി എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ ആ ജാതി എന്നുള്ള വാക്കിന്. അടുത്ത പോയിന്റ് हर प्रसाद शास्त्री ने विद्यापति को सिंगल इन्वर्टेड कोमയിൽ ഇടുക पंचदेवोपासक स्वीकार किया है. അടുത്ത പോയിന്റ് सूर्यकांत त्रिपाठी निराला എന്ന് എഴുതിയാൽ മതി. निराला ने पदावली അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ്. पदावली के श्रृंगारिक पदों की मादकता को नागिन की लहर कहा है. അതായത് നിരാലാജി ഈ പദാവലിയില് ശൃംഗാരരസത്തില് വളരെ സുന്ദരമായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്. അത് കണ്ടിട്ട് അതിനെ നാഗിൻ കി ലഹർ എന്നാണ് നിരാല അതിനെ വിളിച്ചത്. ഇനി അടുത്തത് ഹസാരി പ്രസാദ് ദ്വിവേദിനെ विद्यापति को श्रृंगार रस के सिद्धवाक कवि कहा है. അതായത് ശൃംഗാര രസത്തെ കുറിച്ച് എഴുതാൻ അദ്ദേഹത്തിന് ഒരു സിദ്ധി തന്നെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതെങ്ങനെ എടുക്കും? അപ്പൊ
ഹസാരി പ്രസാദ് ദ്വിവേദി നിരാല പറഞ്ഞതും എല്ലാം ശ്രദ്ധിക്കണം, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. വിദ്യാപതി അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. അടുത്ത പോയിന്റ് എഴുതിക്കോളൂ. ആചാര്യ ശുക്ലിനെ കഹാ डबल इन्वर्टेड कॉमा आध्यात्मिक रंग के चश्मे, आध्यात्मिक रंग के चश्मे आज बहुत सस्ते हो गए हैं, आजकल बहुत सस्ते हो गए हैं। उन्हें चढ़ाकर जैसे कुछ लोगों ने गीत गोविंद को आध्यात्मिक संकेत बताया है, वैसे ही विद्यापति के इन पदों को भी, വിദ്യാപതി കെ ഇൻ പദോം കോബി. ഇത് ആചാര്യ ശുക്ല വിദ്യാപതിയെ പറ്റി പറഞ്ഞതാണ്. അടുത്ത പോയിന്റ്, വിദ്യാപതിക്ക് കിട്ടിയ ഉപാധികളാണ്. എഴുതിക്കോളൂ. അഭിനവ് ജയദേവ് കോമ കവിശേഖർ, कवि कंडहार, नवकविशेखर, मैदिल कोगिल, कोमा दशावदान, आदि उपाधिया मिली. ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഉപാധികളാണ്. അതിൽ അഭിനവ് ജയദേവും മൈദിൽ കോകിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ ഒരു മൈദിൽ കവിയെ പഠിച്ചു, ജ്യോതിരീശ്വർ ഠാക്കൂർ. വർണ്ണരത്നാകർ എഴുതിയ ജ്യോതിരീശ്വർ ഠാക്കൂർ മൈദിൽ കവിയാണ്. പക്ഷെ മൈദിൽ കോകിൽ എന്ന് വിളിക്കുന്നത് വിദ്യാപതിയെയാണ്. കാരണം കോകിലിന്റെ സ്വരം എങ്ങനെയാണ്? സ്വീറ്റ് ആണ് അല്ലെ? അപ്പൊ അതേപോലെ വിദ്യാപതി കവിത എഴുതിയാൽ അതിലൊരു സ്വീറ്റ്നെസ്, ഒരു മാധുര്യം ഉണ്ടാവും. അടുത്ത പോയിന്റ്, വിദ്യാപതി ശൈവ സമ്പ്രദായിക്കെ കവിതേ, വിദ്യാപതി ശൈവ സമ്പ്രദായിക്കെ കവിതേ. അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. कीर्तिलता की रचना भृगी संवाद के रूप में हुई है. भृगी संवाद के हुई है. അപ്പൊ നമ്മള് നേരത്തെ ഒരു ശുഗി സംവാദ് പഠിച്ചു, പൃഥ്വിരാജ് രാസോ. ഇത് ഭൃഗി സംവാദാണ് വിദ്യാപതിയുടെ. ശ്രദ്ധിക്കുക, രണ്ടും കിളികളെ വെച്ചിട്ട് എഴുതുന്ന ശൈലി തന്നെയാണ്. അത് ശുഗി സംവാദ്, ഇത് ഭൃഗി സംവാദ്. വളരെ ഒരു നല്ല പോയിന്റ് ആണ്. എഴുതിക്കോളൂ. എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. ദേശിൽ ബന ജനമിട്ട, ദേശിൽ സബജനമിട്ട. ഇത് കീർത്തിലതയിൽ നിന്നെടുത്ത വരികളാണ്. എപ്പോഴും എല്ലാ ബുക്കുകളിലും കാണാറുള്ളതാണ്. ദേശിൽ ബന സബജനമിട്ട, ഇത് കീർത്തിലതയിൽ നിന്നും എടുത്തിട്ടുള്ള പോയിന്റ് ആണ്. അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ്, पदावली मैथिल भाषा में कीर्ति पताका एवं कीर्तिलता
അവഹട്ട് ഭാഷാമേം लिखा है അവഹട്ട് ഭാഷാമേം लिखा है പദാവലി മാത്രമേ അദ്ദേഹം എന്തിൽ എഴുതിയിട്ടുള്ളൂ മൈഥിൽ ഭാഷയിൽ എഴുതിയിട്ടുള്ളൂ പക്ഷേ കീർത്തിലതയും കീർത്തി പതാകയും അദ്ദേഹം അവഹട്ട് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു വിദ്യാപതിനെ മൈഥിൽ എന്നാണ് വിളിക്കുന്നത് കാരണം അത്രയ്ക്ക് വളരെ സുന്ദരമായിട്ടാണ് അദ്ദേഹം എഴുതുന്നത് അടുത്ത പോയിന്റ് കീർത്തിലതാമേം राजा कीर्ति सिंह की वीरता का वर्णन है राजा कीर्ति सिंह की वीरता का वर्णन है कीर्तिलता में राजा कीर्ति सिंह की वीरता का वर्णन है അടുത്ത പോയിന്റ് कीर्ति पताका में राजा शिव सिंह की वीरता का वर्णन है राजा शिव सिंह की वीरता का वर्णन है ശ്രദ്ധിക്കണം കീർത്തിലത കീർത്തി സിംഗിനെ കുറിച്ചിട്ടും കീർത്തി പതാക ശിവസിംഗിനെ കുറിച്ചിട്ടുമാണ് വിദ്യാപതി എഴുതിയിട്ടുള്ളത് വിദ്യാപതി ഇവരുടെ രണ്ടുപേരുടെയും രാജകവികളായിരുന്നു രാജകൊട്ടാരത്തിലെ കവികളായിരുന്നു തിർഹുത്ത് के राजा जयसिंह और कीर्ति सिंह के दरबारी कवि थे और कीर्तिलता कीर्ति सिंह की वीरता के बारे में लिखा और कीर्ति पताका राजा जय सिंह की वीरता के बारे में लिखा राजा शिव सिंह की वीरता के बारे में लिखा അടുത്തത് ജയചന്ദ് പ്രകാശ് ബുക്കിന്റെ പേരാണ് ജയചന്ദ് പ്രകാശ് അത് എഴുതിയത് ഭട്ട് കേദാർ ആണ് ഭട്ട് കേദാർ അടുത്ത ബുക്ക് ജയമയഗ് ജസചന്ദ്രിക അത് എഴുതിയത് മധുകർ കവി അടുത്തത് വസന്ത് വിലാസ് എഴുതിയത് ആരാണെന്നുള്ളതിന് ഉത്തരം ഇതുവരെ ഹിന്ദി സാഹിത്യത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അവിടെ അജ്ഞാതെന്നോ അല്ലെങ്കിൽ ഒന്നും എഴുതണ്ട വസന്ത് വിലാസ് ആരാണെന്ന് ഇതുവരെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളത് വസന്ത് വിലാസ് എന്നുള്ള ഒരു ഗ്രന്ഥം കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ആരെഴുതി എന്നുള്ളത് അജ്ഞാതമാണ് പക്ഷെ അത് ലൗകിക് പദ്യ സാഹിത്യത്തിലാണ് കൂട്ടുന്നത് അടുത്തത് രണമൽ ചന്ദ് എഴുതിയത് ശ്രീധർ വ്യാസ് അപ്പൊ ലൗകിക് പദസാഹിത്യത്തില് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ പറഞ്ഞു ആദ്യം ആര് പറഞ്ഞു ഡോല മാരൂര ദുഹ പറഞ്ഞു പിന്നെ വിദ്യാപതിയുടെ രചനകളെല്ലാം ലൗകിക സാഹിത്യമാണെന്ന് പറഞ്ഞു ജയമയക് ജസചന്ദ്രിക വസന്ത് വിലാസ് രണമൽ ചന്ദ് പറഞ്ഞു അടുത്തത് അമീർ ഖുസ്രോ ജന്മകാൽ 1255 जन्मस्थान एटा जिला के पटियाली गांव एटा जिला के पटियाली गांव അടുത്ത പോയിന്റ് മൂൾ നാം അല്ലെങ്കിൽ യഥാർത്ഥ പേര് അബ്ദുൽ ഹസൻ
അടുത്ത പോയിന്റ് ഉപനാം. ഉപനാം തോത്ത എ ഹിന്ദ്. തോത്ത എ ഹിന്ദ്. ബ്രാക്കറ്റില് ഹിന്ദുസ്ഥാൻ കി തൂത്തി. ഹിന്ദുസ്ഥാൻ കി തൂത്തി. ചോദിക്കാറുള്ള ചോദ്യമാണ് ഹിന്ദുസ്തൂത്തി എന്നറിയപ്പെടുന്നത് ആരാണെന്ന്. അമീർ ഖുസറോ ആണ്. അതിന്റെ ഉറുദു പേരാണ് തോത്ത എ ഹിന്ദ് എന്നുള്ളത്. ഹിന്ദിയിലാവുമ്പോ ഹിന്ദുസ്ഥാൻ കി തൂത്തി. ഗുരു കാ നാം. ഗുരു കാ നാം നിജാമുദ്ദീൻ ഓലിയ. നിജാമുദ്ദീൻ ഓലിയ. നിജാമുദ്ദീൻ ഓലിയ. अन्य रचनाएं, प्रमुख रचनाएं मेदिकोळू. रचनाएं खाली कबारी, गाली खाली का खाली कबारी, पहेलिया, मुकरिया, गजल. दो सुकने. दो सुकने. गाली कबारी, पहेलिया, मुकरिया, गजल. तारे खाली कबाली एक कोश है. खाली कबारी एक शब्दकोश है. इसमें तुर्की, अरबी, फारसी, हिंदी भाषा के शब्दों ज्यादा है. തുർക്കി, അറബി, ഫാരസി, ഹിന്ദി ഭാഷ കെ ശബ്ദോ ഹെ. ഒരു ഡിക്ഷണറി ആണ്, ശബ്ദകോശാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്ത പോയിന്റ് ഹിന്ദു ഇസ്ലാമി. ഹിന്ദു ഇസ്ലാമി समन्वित संस्कृति का प्रथम प्रतिनिधि कवि माना जाता है. प्रथम प्रतिनिधि कवि माना जाता है. ഹിന്ദു മുസൽമാൻ ഏകതയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച പ്രഥം കവി അമീർ ഖുസ്രോ ആണ്. അത് കഴിഞ്ഞിട്ട് ഭക്തികാലിലാണ് പിന്നെ നമ്മള് ജായസിയും കബീർ ആയാലും ഒക്കെ കാണുന്നത്. ഏറ്റവും ആദ്യം ഹിന്ദി സാഹിത്യത്തിൽ അതിനു വേണ്ടി പ്രവർത്തിച്ചത് നമ്മുടെ അമീർ ഖുസ്രോ ആണ്. എന്നാൽ അതിനു മുന്നേട്ട് ഒരു കവി വന്നു പോയിട്ടുണ്ട്, അബ്ദുൽ റഹ്മാൻ. നമ്മുടെ ഇത് പഠിച്ചപ്പോ നമ്മൾ കണ്ടു, സിദ്ധ് ഇതിൽ പഠിച്ചപ്പോ കണ്ടു. പക്ഷെ പഹല മുസൽമാൻ കവി എന്നേ ഉള്ളൂ, ഹിന്ദു ഏകതയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. അടുത്ത പോയിന്റ് ब्रज और अवधि को मिलाकर काव्य रचना करने का आरंभ किया. അടുത്ത പോയിന്റ് डॉक्टर रामकुमार वर्मा ने इनको अवधि का प्रथम कवि माना है. इनको का प्रथम कवि माना है. ശ്രദ്ധിക്കുക, അവധി കാ പ്രഥം കവി എന്നാണ് രാംകുമാർ പറഞ്ഞത്. ഹിന്ദി സാഹിത്യത്തിലെ പ്രഥം കവി എന്നല്ല. രാംകുമാർ വർമ്മ ഹിന്ദി സാഹിത്യത്തിലെ പ്രഥം കവി എന്ന് ആരെയാ പറഞ്ഞത്? ഓർക്കണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഫസ്റ്റ് ക്ലാസ്സില് സ്വയംഭൂനെയാണ് പറഞ്ഞത്. ഇവിടെ അവധിക പ്രഥം കവി എന്നാണ് അമീർ ഖുസ്രോനെ കുമാർ വർമ്മ പറഞ്ഞത്. അടുത്തൊരു കൊട്ടേഷൻ ഇട്ടോളൂ. മേം ഹിന്ദുസ്ഥാൻ കി തൂത്തി ഹും. മേം ഹിന്ദുസ്ഥാൻ കി തൂത്തി ഹും. മേം ഹിന്ദുസ്ഥാൻ കി തൂത്തി ഹും. अगर तुम भारत के बारे में वास्तव में कुछ पूछना चाहते तो, अगर तुम भारत के बारे में वास्तव में कुछ पूछना चाहते तो मुझसे पूछो. ഇത് അമീർ ഖുസ്രോന്റെ വരികളാണ്. അടുത്തൊരു
पॉइंट आदिकाल में मनोरंजक पूर्ण साहित्य लिखने वाला प्रमुख कवि अमीर खुसरो है। मनोरंजक पूर्ण साहित्य लिखने वाले प्रमुख कवि अमीर खुसरो है। അപ്പോ നമ്മള് ആദികാലീൻ ലൗകിക് പദ്യസാഹിത്യവും ഇപ്പോൾ കഴിഞ്ഞു. ഗദ്യസാഹിത്യവും കഴിഞ്ഞു, പദ്യസാഹിത്യവും കഴിഞ്ഞു. ഇതാണ് ആദികാല സെക്ഷൻ ഫുള്ള് കഴിഞ്ഞു. ഇനി ആദികാലിൽ ഒന്നുമില്ല പറയാനായിട്ട്. എല്ലാ ഗ്രന്ഥങ്ങളെ പറ്റിയും പരിചയം എടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് നോക്കിയേ. ഇപ്പൊ ഇന്നെടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.